നമസ്കാരം. നഴ്സിംഗിൽ ഡാറ്റ മനസ്സിലാക്കുന്നത് രോഗീപരിചരണത്തിൽ എത്രത്തോളം പ്രധാനമാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ്. രോഗികളുടെ വിവരങ്ങൾ എന്ന ആ വലിയ ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നമുക്കൊന്ന് നോക്കാം. ഇതൊരു സിമ്പിൾ ചോദ്യമായിട്ട് തോന്നാം, അല്ലേ? പക്ഷേ ഒന്ന് ആലോചിച്ചു നോക്കൂ. നഴ്സുമാർ ഓരോ ദിവസവും എത്രമാത്രം ഡാറ്റയാണ് കൈകാര്യം ചെയ്യുന്നത്? ഓരോ രോഗിയുടെയും പ്രായം, ബ്ലഡ് പ്രഷർ, മരുന്നിന്റെ അളവ്, രോഗം ഭേദമാകാനെടുക്കുന്ന സമയം, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത കാര്യങ്ങൾ. അപ്പോ ഈ നമ്പറുകളുടെ എല്ലാം ഇടയിൽ നിന്ന് ആ സാധാരണ അല്ലെങ്കിൽ ടിപ്പിക്കലായൊരു ചിത്രം എങ്ങനെ കിട്ടും? ശരിയായ സമയത്ത് ശരിയായൊരു തീരുമാനമെടുക്കണമെങ്കിൽ ഈ ഡേറ്റയൊക്കെ വേഗത്തിൽ മനസ്സിലാക്കാൻ പറ്റണം. ഒരു രോഗിയുടെ അവസ്ഥ പെട്ടെന്നൊന്ന് വിലയിരുത്താനും കൊടുക്കുന്ന ചികിത്സ ഫലിക്കുന്നുണ്ടോ എന്നറിയാനും അല്ലെങ്കിൽ ഒരു കൂട്ടം രോഗികളിൽ പൊതുവായി കാണുന്ന പ്രവണതകൾ കണ്ടെത്താനുമൊക്കെ ഇത് കൂടിയേ തീരൂ. ഇവിടെയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു സൂപ്പർ ഹീറോയെ പോലെ നമ്മുടെ സഹായത്തിനെത്തുന്നത്. ശരി, അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഈ ഡാറ്റയുടെ എല്ലാം ഒരു കേന്ദ്രം അല്ലെങ്കിൽ സെന്റർ കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ കിറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന സെൻട്രൽ ടെൻഡൻസിയുടെ അളവുകൾ. ഈ പേര് കേട്ട് പേടിക്കൊന്നും വേണ്ട. സിമ്പിളായി പറഞ്ഞാൽ ഒരു കൂട്ടം നമ്പറുകളിൽ നിന്ന് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അതിനെ പ്രതിനിധീകരിക്കുന്ന ഒരൊറ്റ നമ്പറിനെ കണ്ടെത്താനുള്ള വഴികളാണിത്. ഈ ഒരൊറ്റ നമ്പർ കിട്ടിയാൽ മതി, ആ ഡേറ്റയെക്കുറിച്ച് നമുക്ക് ഒറ്റനോട്ടത്തിൽ ഒരു ഐഡിയ കിട്ടും. നമ്മുടെ ഈ ടൂൾ കിറ്റില് പ്രധാനമായും 3 ആയുധങ്ങളാണുള്ളത്: മീൻ, മീഡിയൻ, പിന്നെ മോഡ്. ഓരോന്നിനും അതിൻ്റേതായ പ്രത്യേകതകളും ഉപയോഗങ്ങളുമുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് വിശദമായിട്ട് നോക്കാം. അപ്പോ നമുക്ക് ഏറ്റവും പരിചിതമായ ടൂളിൽ നിന്ന് തന്നെ തുടങ്ങാം. മീൻ. നമ്മളെല്ലാവരും ഇതിനെ ആവറേജ് അല്ലെങ്കിൽ ശരാശരി എന്നാണല്ലോ പറയാറ്. ഇപ്പോ ഒരു കൂട്ടം രോഗികളുടെ ശരാശരി പ്രായം കണ്ടുപിടിക്കണമെന്നിരിക്കത് നമ്മളെന്താ ചെയ്യാ? അവരുടെ എല്ലാം പ്രായം കൂടി കൂട്ടിയിട്ട് ആകെ എത്ര രോഗികളുണ്ടോ ആ എണ്ണം കൊണ്ട് ഹരിക്കും. അത്രയുള്ളൂ സംഭവം. ഇതാണ് മീൻ. ഡേറ്റയിലെ എല്ലാ വിവരങ്ങളെയും ഇത് പരിഗണിക്കും എന്നതാണിതിന്റെ പ്രത്യേകത. ഇപ്പോ സ്ക്രീനിൽ കാണുന്നതാണ് ഇതിന്റെ സിമ്പിളായ കണക്ക്. ഈ സിഗ്മ ചിഹ്നം കണ്ടോ? അതിനർത്ഥം ആകെ തുക എന്നാണ്. അതായത് എല്ലാ മൂല്യങ്ങളും എക്സ് കൂട്ടിയിട്ട് അതിനെ ആകെ എണ്ണം എൻ കൊണ്ട് ഹരിക്കുന്നു. വളരെ സിമ്പിളല്ലേ? ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം. മീനിന്റെ ഏറ്റവും വലിയ ശക്തി എന്താണെന്ന് വെച്ചാൽ അത് എല്ലാ ഡാറ്റയും ഒരുപോലെ പരിഗണിക്കും എന്നതാണ്. പക്ഷേ അത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ വീക്ക്നെസ്സും. ഉദാഹരണത്തിന്, ഒരു വാർഡിലെ രോഗികളുടെ ശരാശരി പ്രായം 40 വെറുതെ സങ്കൽപ്പിക്കുക. അപ്പോഴാണ് 95 വയസ്സുള്ള ഒരു പുതിയ രോഗി അങ്ങോട്ട് വരുന്നത്. എന്ത് സംഭവിക്കും? ആ ശരാശരി പ്രായം പെട്ടെന്ന് കൂടും. കണ്ടോ? ആ ഒരൊറ്റ വലിയ സംഖ്യ നമ്മുടെ ഫലത്തെ മൊത്തത്തിൽ മാറ്റിമറിച്ചു. മീനിന് ഈ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് നമ്മുടെ കിറ്റിലെ അടുത്ത ടൂളിലേക്ക് പോകാം. അതാണ് മീഡിയൻ. ഡേറ്റയുടെ യഥാർത്ഥ കേന്ദ്രം കണ്ടെത്താൻ മീഡിയൻ നമ്മളെ സഹായിക്കും. മീഡിയൻ കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സംഖ്യകളെയെല്ലാം ചെറുതിൽ നിന്ന് വലതിലേക്കൊരു ഓർഡറിൽ എഴുതുക എന്നതാണ്. എന്നിട്ട് ആ ലിസ്റ്റിലെ കൃത്യം നടുവിലുള്ള സംഖ്യ ഏതാണോ അതാണ് മീഡിയൻ. പകുതി സംഖ്യകൾ അതിന്റെ മുകളിലും പകുതി സംഖ്യകൾ അതിന്റെ താഴെയുമായിരിക്കും. ഈ ഉദാഹരണം ഒന്ന് നോക്കിയേ. ഇവിടെ 7 രോഗികൾ ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസങ്ങളുടെ കണക്കുണ്ട്. നമ്മൾ ആദ്യം എന്തു ചെയ്തു? അവയെ 3, 3, 4, 5, 6, 6, 7 എന്ന് ഓർഡറിലാക്കി. ഇനി നോക്കൂ, ഈ ലിസ്റ്റിന്റെ കൃത്യം നടുക്ക് വരുന്ന നമ്പർ ഏതാണ്? അതെ, 5. അപ്പോൾ ഇവിടുത്തെ മീഡിയൻ 5 ആണ്. മീഡിയന്റെ ഏറ്റവും വലിയ സൂപ്പർ പവർ എന്താണെന്നറിയുമോ? നേരത്തെ നമ്മൾ പറഞ്ഞ ആ 95 വയസ്സുകാരനെ പോലുള്ള ഔട്ട്ലയേഴ്സ് ഒന്നും മീഡിയനെ ഒരു തരത്തിലും ബാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഡേറ്റയുടെ കേന്ദ്രത്തെക്കുറിച്ച് കൂടുതൽ സത്യസന്ധമായ ഒരു ചിത്രം തരാൻ മീഡിയന് സാധിക്കും. പക്ഷേ എല്ലാ ഡേറ്റയും പരിഗണിക്കാത്തതുകൊണ്ട് കുറച്ചും കൂടെ സങ്കീർണമായ വിശകലനങ്ങൾക്കൊന്നും മീഡിയൻ അത്ര പോരാ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ കിറ്റിലെ അവസാനത്തെയും ഒരുപക്ഷെ ഏറ്റവും സിമ്പിളുമായ ടൂളിലേക്ക് പോകാം. അതാണ് മോഡ്. മോഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിക്കുന്ന സംഖ്യ. അത്രയുള്ളൂ. ഒരു കൂട്ടം ഡേറ്റയില് ഏത് മൂല്യമാണോ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ചു വരുന്നത് അത് തന്നെയാണ് മോഡ്. മോഡിന് ഒരു പ്രത്യേക കഴിവുണ്ട്. അത് സംഖ്യകളല്ലാത്ത ഡേറ്റയിലും നമുക്ക് ഉപയോഗിക്കാം. ഉദാഹരണത്തിന്, ഒരു ക്ലിനിക്കില് ഏറ്റവും സാധാരണമായി കാണുന്ന രോഗനിർണയം ഏതാണെന്ന് കണ്ടെത്താൻ മോഡ് ഉപയോഗിക്കാം. മീനോ മീഡിയാനോ വെച്ച് നമുക്കത് ചെയ്യാൻ പറ്റില്ലല്ലോ. മോഡ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്.
പക്ഷെ ചിലപ്പോൾ ഒരു ഡേറ്റാ സെറ്റിൽ ഒന്നിൽ കൂടുതൽ മോഡുകൾ ഉണ്ടാകാം. ഇത് ചിലപ്പോൾ കാര്യങ്ങൾ വ്യാഖ്യാനിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാക്കും. ഉദാഹരണത്തിന്, രോഗികളുടെ പ്രായത്തിൽ 25ഉം 50ഉം ഒരേ എണ്ണം തവണ ആവർത്തിച്ചാൽ അവിടെ 2 മോഡുകളായി. ശരി, അപ്പോൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ 3 ടൂളുകളുണ്ട്: മീൻ, മീഡിയൻ, മോഡ്. ഓരോന്നിനും അതിൻ്റേതായ കഴിവുകളും കുറവുകളുമുണ്ട്. അപ്പോൾ എപ്പോഴാണ് ഏതുപയോഗിക്കേണ്ടതെന്ന് നമ്മൾ എങ്ങനെ തീരുമാനിക്കും? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. സത്യം പറഞ്ഞാൽ ഏറ്റവും മികച്ച ഉപകരണം എന്നൊന്നുമില്ല. മറിച്ച് നമ്മുടെ കയ്യിലുള്ള ഡേറ്റയുടെ സ്വഭാവം അനുസരിച്ച് ഏറ്റവും അനുയോജ്യമായ ഉപകരണം തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത്. അതിന് നമ്മൾ ആദ്യം നമ്മുടെ ഡേറ്റയുടെ ഷേപ്പ് അല്ലെങ്കിൽ വിതരണം എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. നമ്മുടെ ഡാറ്റ ഒരു ബെൽ കർവ് പോലെ, അതായത് ഒരു മണിയുടെ ആകൃതിയിൽ കൃത്യമായി വിതരണം ചെയ്തിട്ടുണ്ടെങ്കിൽ ഭൂരിഭാഗം മൂല്യങ്ങളും നടുവിലായിരിക്കും. അറ്റങ്ങളിലേക്ക് പോകുന്തോറും എണ്ണം കുറഞ്ഞുവരും. ഇങ്ങനെയുള്ളൊരു പെർഫെക്റ്റ് സാഹചര്യത്തിൽ മീനും മീഡിയനും മോഡും ഏകദേശം ഒരേ സംഖ്യ തന്നെയായിരിക്കും. പക്ഷേ യഥാർത്ഥ ജീവിതത്തിലെ ഡേറ്റ എപ്പോഴും ഇത്ര പെർഫെക്റ്റ് ആയിരിക്കില്ല. ഈ ചിത്രങ്ങളിലേക്കൊന്ന് നോക്കൂ. ഡേറ്റ ഒരു വശത്തേക്ക് ചെരിയുമ്പോൾ ഈ 3 അളവുകളും 3 വഴിക്കായി പോകും. വലിയ സംഖ്യകൾ മീനിനെ വലതുവശത്തേക്ക് വലിച്ചുകൊണ്ടുപോകും. ചെറിയ സംഖ്യകളാണെങ്കിൽ ഇടത്തോട്ടും. പക്ഷെ മീഡിയനും മോഡും അപ്പോഴും കേന്ദ്രത്തോട് കൂടുതൽ അടുത്ത് തന്നെ നിൽക്കും. അതുകൊണ്ടാണ് ഡേറ്റയിൽ ഇത്തരം ചരിവുകളുള്ളപ്പോൾ മീഡിയൻ പലപ്പോഴും കൂടുതൽ വിശ്വസനീയമായ ഒരു അളവാകുന്നത്. അപ്പോ ഇതൊക്കെ നഴ്സിംഗിൽ എങ്ങനെയാണ് പ്രസക്തമാക്കുന്നത്? ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ രോഗികളുടെ ജീവിതത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത്? നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ഒരു ചികിത്സയുടെ ശരാശരി ഫലം വിലയിരുത്തുമ്പോൾ തെറ്റായ ഒരു അളവാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ആ ചികിത്സയെക്കുറിച്ച് നമുക്ക് തെറ്റായ ഒരു ധാരണ നൽകിയേക്കാം. ശരിയായ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ ഉപയോഗിക്കുന്നത് ഡേറ്റയെ ശരിയായി മനസ്സിലാക്കാനും അതിലൂടെ രോഗികൾക്ക് ഏറ്റവും നല്ല പരിചരണം നൽകാനും നമ്മളെ സഹായിക്കുന്നു. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ ഏതെങ്കിലും ഒരു റിപ്പോർട്ടിലോ പഠനത്തിലോ ശരാശരി എന്ന വാക്ക് കാണുമ്പോൾ ഒരു നിമിഷം നിൽക്കുക. എന്നിട്ട് സ്വയം ചോദിക്കുക, ഇതേത് ശരാശരിയാണ്? മീനാണോ മീഡിയനാണോ? ആ ഡേറ്റയുടെ വിതരണം എങ്ങനെയായിരിക്കും? ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ പഠിക്കുന്നത് ഒരു നഴ്സിന് മാത്രമല്ല, വിവരങ്ങളെ വിമർശനാത്മകമായി സമീപിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും അത്യാവശ്യമായ ഒരു കഴിവാണ്.